അങ്ങനെ അതും കേരളം സ്വന്തമാക്കുകയാണ്. ഏതൊരു സംസ്ഥാനത്തും സർക്കാരുകൾ സ്വപ്നം കാണുന്ന ലക്ഷ്യം ഒരിക്കലും സഫലമാക്കാൻ കഴിയില്ലെന്ന് കരുതി പലരും പിന്മാറുന്ന വിഷയം, കണക്കുകൾ കൂട്ടിയും കിഴിച്ചും അവഗണിക്കുന്ന യാഥാർത്ഥ്യം. അതാണ് നമ്മൾ കേരളീയർ ഒറ്റക്കെട്ടായി നമ്മുടെ നാടിന്റെ 69ാം പിറന്നാൾ ദിനത്തിൽ നവംബർ 1 സ്വന്തമാക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നു. നമ്മുടെ കേരളമല്ലേ ഇത്, നമ്മുടെ കേരളമല്ലേ, നമ്മൾ നേടി. സർക്കാരിന് നന്ദി. കേരളം സൂപ്പറാണ്. പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി മുന്നേറിയും ഒരുമയോടെ ജീവിച്ചും ശീലിച്ച മലയാളി അങ്ങനെ സ്വന്തം നാട്ടിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കുകയാണ്. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനോ സൗജന്യങ്ങളും മെച്ചപ്പെട്ട ജീവിതവും സ്വപ്നം കാണാനോ കഴിയാതിരുന്ന പാർശ്വവർത്തികൾ, പരിഷ്കൃത സമൂഹം ആവശ്യപ്പെടുന്ന രേഖകൾ ഒന്നുമില്ലാതിരുന്നവർ, അവർ നമുക്ക് ചുറ്റിലുമുണ്ടായിരുന്നു. 64,006 കുടുംബങ്ങൾ. അവരിപ്പോൾ പരിഷ്കൃത സമൂഹത്തിന്റെ ഭാഗമാവുകയാണ്. അടിസ്ഥാന രേഖകളും സ്വന്തമായി കിടപ്പാടവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ജീവനോപാധിയുമെല്ലാം സ്വന്തമാക്കി നമുക്കൊപ്പം അവരും ജീവിത സഞ്ചാരം തുടരുകയാണ്. ജനാധിപത്യത്തിൻ്റെ അന്തസത്ത വീണ്ടെടുത്ത ഒരു നേട്ടമായി ഞാനതിനെ പറയും. കാരണം ഇൻക്ലൂഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുമൊരു വാക്കല്ല. അത് യഥാർത്ഥത്തിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ, ഈ വികസനത്തിൻ്റെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ അവഗണിക്കപ്പെട്ടവരെ, ശബ്ദമില്ലാത്തവരെ അങ്ങോട്ട് പോയി കണ്ടെത്തി, ഒരു സർവേയിലൂടെ കണ്ടെത്തി അവരുടെ ആവശ്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാൻ സർക്കാർ മുമ്പോട്ട് വന്നു എന്നുള്ളത് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി കാണുന്ന ഒരു ആളാണ്. കാരണം പലപ്പോഴും ഭരണകൂടങ്ങൾക്ക് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം കേൾക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ശബ്ദം കേൾക്കുകയും അതിൻ്റെ പിന്തുടർച്ച എന്നുള്ള നിലയ്ക്ക് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ്റിൻ്റെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി ജില്ലാ ഭരണകൂടവും മറ്റ് വകുപ്പുകളും എല്ലാം പഞ്ചായത്തുകളും ഒക്കെ തന്നെ സഹകരിച്ചുകൊണ്ട് ഇത്രയും കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. അവർക്ക് ജീവിതത്തിൻ്റെ അന്തസ്സ് വീണ്ടെടുത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. സാധാരണ കുടുംബങ്ങൾക്കുള്ള ഇപ്പോൾ ആധാർ പോലെ, റേഷൻ കാർഡ് പോലെ മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്നവർക്ക് അതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിച്ചു എന്നുള്ള നേട്ടം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മഹോത്സവമാണ് എന്ന് ഞാൻ വിചാരിക്കും. ഇന്ത്യ സ്വതന്ത്രമായി 78 വർഷം പിന്നിട്ടപ്പോഴാണ് രാജ്യത്താദ്യമായി ഒരു സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത നാടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം, ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ജനത, ജനകീയാസൂത്രണമെന്ന വികസന രീതി നടപ്പിലാക്കിയ സംസ്ഥാനം, ഇന്റർനെറ്റ് ലഭ്യത ഒരു പൗരന്റെ നിയമപരമായ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം, സാർവത്രിക ആരോഗ്യ പരിരക്ഷാ സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ ജനത തുടങ്ങി നമ്മുടെ കേരളം സ്വന്തമാക്കിയ എത്രയോ ബഹുമതികൾ. ഏറ്റവും ഒടുവിലായി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന ചരിത്ര നേട്ടവും 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നമ്മൾ സ്വന്തമാക്കുകയാണ്. അതിദാരിദ്ര്യ ലഘൂകരണം എന്ന ലക്ഷ്യം കൈവരിക്കാൻ പര്യാപ്തമായ സുപ്രധാനമായൊരു തീരുമാനമാണ് ആദ്യ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വിശദമായ സർവേ നടത്തുക, ക്ലേശഘടകങ്ങൾ നിർണ്ണയിക്കുക, അത് ലഘൂകരിക്കുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. അതിനുവേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ 2 സെക്രട്ടറിമാരുണ്ട്, ആ 2 പേരെയും ചുമതലപ്പെടുത്തുകയാണ്. മികവുറ്റ സംസ്കാരത്തിന്റെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും അപ്പുറമാണ് ജനത ഒരുപോലെ ജീവിക്കുക എന്ന ഒരു സർക്കാരിന്റെ സ്വപ്ന സാക്ഷാത്കാരം. 2021 തുടക്കം.
മെയ് 20 രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ട ഒരു തീരുമാനം. നാട്ടിൽ 5 വർഷം കൊണ്ട് അതിദാരിദ്ര്യം ഇല്ലാതാക്കണം. അതൊരു വെറും തീരുമാനമായിരുന്നില്ല. മറന്നുപോയ ഓരോ ജീവിതങ്ങളെയും ഒപ്പം ചേർക്കാനും അന്നുവരെ കാണാതെ പോയ ഓരോ വീടുകളിലും എത്തിച്ചേരാനും ഒരു മലയാളിയും വിശപ്പിലോ നിരാലംബതയിലോ ഉറങ്ങാതിരിക്കാനുമുള്ള ഒരു പദ്ധതിയായി അത് അതിവേഗം രൂപപ്പെട്ടു. നമുക്ക് കാർഷിക ബന്ധത്തിൽ വന്ന ഭൂബന്ധത്തിൽ വന്ന മൗലികമായ മാറ്റം, ജനകീയാസൂത്രണത്തിലൂടെ കൈവരിക്കാൻ കഴിഞ്ഞ നമ്മുടെ കരുത്ത്, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ഉയർച്ച, ക്ഷേമ പെൻഷനുകൾ നൽകിക്കൊണ്ട് 62 ലക്ഷം മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനം, ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ വിദ്യാഭ്യാസവും ആരോഗ്യവും അതുപോലെ നിരവധിയായ തലങ്ങളിൽ നടത്തിയിട്ടുള്ള കൂട്ടായ്മകളും ജനകീയ ഇടപെടലുകളും കൊണ്ടാണ് ഇന്ത്യയിലാദ്യമായി അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഒരു നാടായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത്. ഇത് ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു കാൽവെപ്പാണ്. 2021 രാജ്യത്ത് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായിരുന്നു കേരളം. നീതി ആയോഗിന്റെ 2021 മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം 0.7% മാത്രം ദാരിദ്ര്യമുള്ള നാട്. തോത് ചെറുതാണെങ്കിലും അതിദാരിദ്ര്യമില്ലാതാക്കി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സർക്കാർ 2021 മേയിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള ബൃഹത് പദ്ധതിക്ക് തുടക്കമിട്ടത്. അതേവരെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്തൊരു പദ്ധതി. ആരും അത്രയൊന്നും താൽപ്പര്യമെടുക്കാത്ത മനുഷ്യരുടെ ഉന്നമനം. അതുറപ്പാക്കാനായിരുന്നു കേരളം തുടക്കമിട്ട അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം. ആദ്യത്തെ ഘട്ടം എന്നത് കേരളത്തിലെ അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സമഗ്രമായ സർവേ ആയിരുന്നു. കുടുംബശ്രീയാണ് ആ സർവേ നടത്തിയത്. കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടാന്തരം കയറി നടത്തിയ സർവേയിൽ 64,006 കുടുംബങ്ങളെ, അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തുകയുണ്ടായി. അതോടൊപ്പം അവർ അതിദരിദ്രരായി മാറാനിടയാക്കിയ ഘടകങ്ങൾ എന്താണ് എന്നും കണ്ടെത്തി. ക്ലേശഘടകങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ആശ്രയ, അഗതിരഹിത കേരളം, വിശപ്പുരഹിത കേരളം തുടങ്ങി അതിദാരിദ്ര്യമില്ലാതാക്കാൻ കേരളം നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരുന്നു ഈ പദ്ധതിയും. 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ അതിദരിദ്രരെ കണ്ടെത്തി അതിജീവന പദ്ധതികൾ നടപ്പിലാക്കി അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. തിരുവനന്തപുരം ജില്ലയിലെ 5 തെങ്ങ് ഗ്രാമപഞ്ചായത്തിലും വടക്കാഞ്ചേരി നഗരസഭയിലും ആദിവാസി മേഖലയിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലും പദ്ധതിയുടെ പ്രവർത്തന രീതിശാസ്ത്രം പഠനവിധേയമാക്കിയ സർക്കാർ പിന്നീട് സംസ്ഥാന തലത്തിൽ പദ്ധതിക്ക് പൂർണ്ണ രൂപം നൽകി. ഏറ്റവും ദയനീയമായ രീതിയിൽ അതിദരിദ്രർ എന്ന് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ പോലും ആഹാരമില്ലാത്തവരുണ്ടോ, കഴിക്കാത്തവരുണ്ടോ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ വസ്ത്രം ധരിക്കാത്ത ആളുകൾ, വീടില്ലാത്ത ആളുകൾ, നിത്യവരുമാനമില്ലാത്ത ആളുകൾ, അങ്ങനെ തുടങ്ങി എല്ലാ ക്ലേശഘടകങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ 91 ആളുകളെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, അതിജീവനത്തിനുള്ള വരുമാനം തുടങ്ങിയ ഘടകങ്ങളിലൂന്നിയുള്ള മാനദണ്ഡങ്ങളിലൂടെയാണ് അതിദരിദ്ര കുടുംബങ്ങളെ സർക്കാർ തിട്ടപ്പെടുത്തിയത്. വയോധികർ, ഒരു വരുമാനവും ഇല്ലാത്തവർ, ഗുരുതരമായ രോഗങ്ങൾ പിടിപെട്ടതും കിടപ്പ് രോഗികൾ ഉള്ളതുമായ കുടുംബങ്ങൾ, അനാഥരായ കുട്ടികളെ നോക്കുന്നവർ, ഭിന്നശേഷിക്കാരായതും പ്രത്യേക വരുമാനമില്ലാത്തവരുമായ കുടുംബങ്ങൾ, കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ വരുമാനമില്ലാത്ത അതിഥി തൊഴിലാളി കുടുംബങ്ങൾ തുടങ്ങിയവരെയെല്ലാം നമ്മുടെ സർക്കാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാക്കി. പട്ടികജാതി പട്ടികവർഗക്കാർ, മത്സ്യത്തൊഴിലാളികൾ, നഗരപ്രദേശങ്ങളിലെ ദരിദ്രർ എന്നിവർക്ക് പ്രത്യേക പരിഗണനയും നൽകി.
സർവേ എടുക്കുമ്പോഴും ഒരു കുറ്റമറ്റ രീതിയിൽ സർവേ എടുക്കണമെന്നുള്ള രീതിയിൽ ക്ലാസ് തന്നിരുന്നു. എല്ലാവരുമായിട്ട് മീറ്റിംഗ് നടത്തി അവസാനം 24 പേരുടെ ലിസ്റ്റ് കൊടുത്തു. പിന്നെ അതിനുശേഷം അതിന്നും കുറച്ച് പേരെ കൂടി കുറവ് ചെയ്തിട്ട് ബാക്കി വളരെ അതിദരിദ്രരായിട്ടുള്ളവരുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയത്. പഞ്ചായത്ത് മുഖേന 3 സെൻറ്റ് പെരേടം വാങ്ങിക്കാനായിട്ടും ഇപ്പോൾ പെരേടത്തിൻ്റെ വീട് വെക്കാനായിട്ടും നമുക്ക് 5 അംഗ പഞ്ചായത്തിൽ നിന്നാണ് തന്നിരിക്കുന്നത്. അത് വലിയൊരു ആശ്വാസമാണ്. നേരത്തൊക്കെ പുല്ല് പോരലിൽ നമ്മൾ ജീവിച്ചു വന്നതാണ്. എത്ര കട്ടപ്പാടിലാണ് നമ്മൾ ജീവിച്ചു വന്നത്. അതിലിപ്പോൾ നമുക്കിങ്ങനെ ഒരു ബൈക്ക് കിട്ടിയോ കൊണ്ട് നമ്മളിപ്പോൾ നന്നായിട്ട് ഒരു നല്ല വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങുന്നു. നല്ല വീട്ടിൽ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് നന്ദി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ 77,555 അടിയന്തര പദ്ധതികൾ നടപ്പിലാക്കാൻ ആസൂത്രണം ചെയ്ത കേരളം അതിദാരിദ്ര്യം പരിഹരിക്കാൻ 36,269 ഹ്രസ്വകാല പദ്ധതികളും 1,53,624 ദീർഘകാല പദ്ധതികളും ആവിഷ്കരിച്ചു. 64,006 അതിദരിദ്ര കുടുംബങ്ങൾക്ക് ജീവിതത്തിലേക്ക് കരകയറാൻ രാജ്യത്താദ്യമായി രൂപീകരിച്ച ഈ അതിസൂക്ഷ്മ പദ്ധതിയുടെ ഭാഗമായി അർഹതപ്പെട്ട ഓരോ കുടുംബത്തിനും ഭക്ഷണവും ചികിത്സയും അവകാശ രേഖകളും ഉറപ്പാക്കി. ഒരു നേരത്തെ ആഹാരം വയ്ക്കുവാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി അവർക്ക് ധാന്യ കിറ്റ് എല്ലാ മാസവും കൃത്യമായി 118 കുടുംബങ്ങൾക്ക് കൊടുക്കുകയാണ്. 6 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടോ ഭൂമിയോ ഇല്ലായിരുന്നു. ആ 6 കുടുംബങ്ങൾക്കും നമ്മൾ വസ്തു വാങ്ങിക്കൊടുത്തു. വീടിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 3 കുടുംബങ്ങൾക്ക് വീട് മെയിൻ്റനൻസിന് വേണ്ടിയുള്ള സഹായം ഞങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 10ഓളം കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള പഠനോപകരണങ്ങളില്ല എന്ന അടിസ്ഥാനത്തിൽ പഠനോപകരണം വാങ്ങിക്കൊടുത്തു. അതിനൊപ്പം തന്നെ നിർധനരായിട്ടുള്ള രോഗികളായിട്ടുള്ള ആളുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻ അവരുടെ വീടുകളിൽ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചു. അതിദരിദ്രരെന്ന് സർവേയിൽ കണ്ടെത്തിയ ഭൂരഹിതരും ഭവനരഹിതരുമായ 11,340 കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നൽകാൻ നടപടി സ്വീകരിച്ച സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അതിദരിദ്ര കുടുംബങ്ങൾക്ക് റേഷനും ആരോഗ്യ പരിരക്ഷയും വാതിൽപ്പടിയിലെത്തിച്ചു. തൊഴിൽ ശേഷിയുള്ളവർക്ക് ലേബർ കാർഡും വനിതകൾക്ക് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ അംഗത്വവും നൽകിയ സർക്കാർ അടിസ്ഥാന രേഖകളും തൊഴിൽ ചെയ്യാൻ അവസരവും മരുന്നും ആഹാരവും വീടുമെല്ലാം ഉറപ്പാക്കി. അങ്ങനെ അതിദരിദ്രരെന്ന് കരുതി സമൂഹം അവഗണിച്ചിരുന്ന കുടുംബങ്ങൾക്ക് പുതുജീവിതം സാധ്യമാക്കി. ഒന്നുമില്ലാത്ത എനിക്ക് ആധാർ കാർഡ് എടുത്ത് തന്ന് റേഷൻ കാർഡ് തന്ന് പിന്നെ എനിക്ക് മാസത്തിൽ കിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. റേഷൻ കാർഡ് എനിക്കില്ലായിരുന്നു, ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. 2015 എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. സർജറിക്ക് ശേഷം എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ദൂരത്തോട്ട് നടക്കാനോ ഒന്നും പറ്റുന്നില്ല. ചികിത്സയ്ക്കുള്ള സാമ്പത്തികം ഇല്ലാതെ ഇപ്പോഴത്തേക്കാണ് ഞാൻ ലോട്ടറി കച്ചവടം തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിന് എനിക്ക് മുനിസിപ്പാലിറ്റി നിന്ന് VVIP ഒരു സഹായമായിട്ട് 50,000 രൂപ എനിക്ക്. അത് തുടർന്നാണ് ഞാനിപ്പോൾ ഈ കച്ചവടം ചെയ്യുന്നത്. എനിക്കിതിനകത്ത് നല്ലൊരു വരുമാനമുണ്ട്. എൻ്റെ കുടുംബത്തിന് നല്ലൊരു നേട്ടമുണ്ട്. എല്ലാ വിധത്തിലും എനിക്കിപ്പോൾ മുന്നോട്ട് നടക്കാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടായിരുന്നു. എനിക്ക് വീട് വയ്ക്കാൻ 3 സെൻറ്റ് സ്ഥലവും വീട് വയ്ക്കാനുള്ള പൈസയും 5 തെങ്ങ് പഞ്ചായത്തിൽ നിന്ന് തന്നിട്ടുണ്ട്. അതൊരു വലിയ ആശ്വാസമായി. നമ്മൾ 1 സെൻറ്റിൽ കിടന്ന് കഷ്ടപ്പെട്ടവരാണ്. സുഖമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ക്യാൻസറൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് 2ാം വാർഡിൽ എല്ലാവരും കുടുംബശ്രീ അംഗങ്ങളെല്ലാവരും കൂടി പഞ്ചായത്തിൽ നിന്ന് എല്ലാം കൂടി എനിക്ക് തിരഞ്ഞെടുത്ത് എനിക്ക് അതിദാരിദ്ര്യരേഖയ്ക്ക് താഴെ എനിക്കെല്ലാം റെഡിയാക്കി തന്നു. പിന്നെ അവർ പേപ്പർ ബാഗിൻ്റെ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് തന്നു. എല്ലാ സഹകരണവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, ഒരു ക്യാൻസർ പേഷ്യൻ്റായി ഇരുന്ന സമയത്ത് മറ്റു ജോലികളൊന്നും ചെയ്യല, കാലിൻ്റെ വയ്യായിക, ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഉജ്ജീവനം പദ്ധതിയിലൂടെ നമ്മൾ ഈ ലീലാ വിജയനെ കണ്ടെത്തുകയും പേപ്പർ ക്യാരി ബാഗ് ആയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. 2023 നവംബർ 1 കേരളം ഈ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയാക്കി. ആദ്യഘട്ടത്തിൽ തന്നെ 30,658 കുടുംബങ്ങളെ നമ്മുടെ സർക്കാർ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു. എല്ലാവർക്കും ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ സുരക്ഷ, വരുമാനം എന്നിവ ഉറപ്പാക്കാനുള്ള പദ്ധതിയിൽ 2 വർഷം കൊണ്ട് 47.89% നേട്ടം കൈവരിച്ച കേരളം 2025 കേരളപ്പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചു.
ഈ വരുന്ന നവംബർ 1 എത്ര പേരെ, എത്ര കുടുംബങ്ങളെ ഇതിൻ്റെ ഭാഗമായി അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറയും? തീർച്ചയായും അത് 64,000-ൻ്റെ വലിയ നമ്പറായിരിക്കില്ല. എന്നാൽ 2024 നവംബർ 1 ആകുമ്പോൾ, നവംബർ 1 കേരളപ്പിറവിയുടെ ദിനാണല്ലോ, ആ 2024 നവംബർ 1 നമ്മുടെ നാട്ടിലെ അതിദരിദ്രരിൽ മഹാഭൂരിഭാഗം അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചനം നേടിയിട്ടുണ്ടാവും. അവിടെ തീരുന്നില്ല. 2025 നവംബർ 1 അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയായിരുന്നു കേരളം ഈ പദ്ധതിയുടെയും നടത്തിപ്പ് സാധ്യമാക്കിയത്. ആദ്യം കണ്ണൂർ ജില്ലയിലെ കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്താണ് അതിദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കിയതായി പ്രഖ്യാപിച്ചത്. ഭക്ഷണം, ആരോഗ്യം, വാസസ്ഥലം, വരുമാനം എന്നീ ക്ലേശഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിദരിദ്രരായ വ്യക്തികളെയും കുടുംബങ്ങളെയും കണ്ടെത്തിയ പഞ്ചായത്ത് പട്ടിക വാർഡ് സഭകളിൽ അവതരിപ്പിച്ച് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പരിശോധിച്ച് ഉറപ്പുവരുത്തി. പിന്നീട് മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ 16 പേരാണ് അതിദാരിദ്ര്യത്തിൽ പെട്ടത്. ആ 16 പേരെ പറ്റിയും നമ്മൾ പഠിച്ചു. ഓരോ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ സ്റ്റാഫും ചാർജുള്ള ഉദ്യോഗസ്ഥരും നേരിട്ട് ഈ 16 കുടുംബങ്ങളും സന്ദർശിച്ച് അവരുടെ ഓരോന്നായിട്ട് അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ് കുടുംബത്തിന് വേണ്ടത്. അപ്പോൾ ഈ 16 പേരും നമ്മൾ ഈ അതിദാരിദ്ര്യത്തിൽ പെടേണ്ടവരാണെന്നും അവരെ സഹായിക്കേണ്ടവരാണെന്നും നമുക്ക് നല്ല ബോധ്യമുണ്ടായി ഭരണസമിതിക്കും. അപ്പോൾ നമ്മുടെ ഈ കുറ്റ്യാട്ടൂരിലെ ജനങ്ങളും അതേപോലെ പഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ് ചേർന്ന് നിന്നുകൊണ്ട് ഈ പദ്ധതി ഞങ്ങൾക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. 2007 സൗദിയിൽ നിന്ന് ഒരു ആക്സിഡൻ്റ് ആയതാണ്. ഇപ്പോൾ കുറേ ചികിത്സയും ചെയ്ത ഒരു മാറ്റമില്ല. അങ്ങനെ ചെറിയൊരു വണ്ടി കിട്ടി ഇങ്ങനെ പുറത്ത് ചെയ്യാൻ തുടങ്ങി. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സഹായം കൊണ്ട് ഇങ്ങനെ കടയിലും കെട്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അവർ നല്ല സഹായമുണ്ട്. അവർ ഇതിലുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കുറേ ഇത്രകാലം ചോരുന്ന വീടേനു ഇപ്പോൾ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയതിന് എല്ലാവർക്കും എൻ്റെ നന്ദി, സന്തോഷമായി. അതുകൊണ്ട് ഇപ്പം നല്ല വീടായി. കേരളത്തിൽ അതിദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കിയ ആദ്യ നിയമസഭാ മണ്ഡലമാണ് മുഖ്യമന്ത്രി തന്നെ പ്രതിനിധാനം ചെയ്യുന്ന ധർമ്മടം. ഈ മണ്ഡലത്തിലെ 196 അതിദരിദ്ര കുടുംബങ്ങളെയും പുതുജീവിതത്തിലേക്ക് നയിച്ച ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ 2025 ഏപ്രിൽ 13 ആ ലക്ഷ്യം പൂർത്തിയാക്കി. നിറഞ്ഞ സന്തോഷത്തോടെ ധർമ്മടം മണ്ഡലം അതിദാരിദ്ര്യ മുക്ത മണ്ഡലമായി മാറി എന്ന കാര്യം പ്രഖ്യാപിക്കട്ടെ. ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ജീവനോപാധ്യായമായിട്ട് ഒരു ഇലക്ട്രോണിക് തയ്യൽ മെഷീൻ സർക്കാർ തന്നിരുന്നു. അതുപയോഗിച്ച് ഞാനിപ്പോൾ എൻ്റെ ജോലി തുടരുകയാണ്. ധർമ്മടം പഞ്ചായത്തിൽ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട ഞാൻ എനിക്ക് ജീവിതോപാധിയായി നടക്കുന്ന ലോട്ടറി തൊഴിലിൻ്റെ ഭാഗമായി ഞാൻ ജീവിക്കുകയാണ്. അതിന് ഒരു കടയും എൻ്റെ വീടിൻ്റെ നിർമ്മാണവും ഗവൺമെൻറ് തന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആയതിനാൽ എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു വീടെടുക്കാനുള്ള ആലോചന നടക്കുമ്പോഴാണ് എനിക്ക് ക്യാൻസർ വന്നത്. അങ്ങനെ പിന്നെ വീടെടുക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാതായപ്പോൾ ഞാൻ ലൈഫിലേക്ക് അപേക്ഷ വെച്ച്. അങ്ങനെ മുഖ്യമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തെയും കണ്ട് എൻ്റെ വിഷമാവസ്ഥയെല്ലാം അറിയിച്ച് അങ്ങനെ എനിക്ക് ലൈഫിൽ വീട് പാസ്സാക്കി തരികയും അതിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ധർമ്മടം പഞ്ചായത്തും അതിൻ്റെ നമ്മളെ ഭരണസമിതി എല്ലാവരും കൂടെ നിന്ന് ഞാൻ ഇപ്പോൾ വീടെല്ലായി. ധർമ്മടം മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ ഓരോ മാസവും അതിദാരിദ്ര്യ മേഖലയിലുള്ള റിവിഷൻ സർക്കാർ തലത്തിൽ തന്നെ മന്ത്രി ഓഫീസിൽ MLAയുടെ ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട്. അത് ഓരോ ഘട്ടത്തിലുമുള്ള അവരുടെ സമഗ്രമായ ചർച്ചയും എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇടപെടലും ആവശ്യമായിട്ടുള്ള മറ്റ് സഹായങ്ങളും ഞങ്ങൾക്ക് ഒരു ലോഭവുമില്ലാതെ നൽകിയിരുന്നു സർക്കാർ. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ധർമ്മടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ തന്നെ അതിൻ്റെ പൂർണ്ണത നമ്മൾ കൈവരിച്ചിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യമാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം
നിലനിൽക്കുന്നത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ അക്ഷരനഗരമായ കോട്ടയം നഗരം ഉൾപ്പെടുന്ന കോട്ടയം ജില്ലയാണ് ഈ പദ്ധതി സമ്പൂർണ്ണ വിജയമാക്കിയ ആദ്യ ജില്ല. കേരളത്തിലെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തുക, അവരെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായി ഉള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ആദ്യമായി കോട്ടയം ജില്ലയിൽ അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തുകയും പൂർണ്ണമായും അവരെ ദാരിദ്ര്യമുക്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമായ കാര്യമാണ്. സംസ്ഥാനത്ത് വിവിധ കോണുകളിൽ സ്വന്തം അവകാശങ്ങൾ പോലും അറിയാതെ, സ്വന്തം പേരുകൾ പോലും അറിയാതെ, അവർക്ക് ഉള്ള ആവശ്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യമില്ലാതിരുന്ന 64,006 കുടുംബങ്ങളെ വിവിധ പദ്ധതികളിലൂടെ നമ്മൾ കൈപിടിച്ചുയർത്തി ദാരിദ്ര്യമുക്തരാക്കുകയാണ്. നമ്മുടെ ഈ കോട്ടയത്തിൽ ഒരു ഫാമിലി, ഈവൻ നോട്ട് എ സിംഗിൾ ഫാമിലി ഈസ് ഔട്ട് ഓഫ് പ്രോപ്പർ അക്കോമഡേഷൻ. either they are in rented accommodation or they are given the life mission support. So നമുക്ക് all 4 criteria നമുക്ക് ഒരു മിഷൻ മോഡൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, എല്ലാ ജനപ്രതിനിധികളുടെ, ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ഡിസ്ട്രിക്ട് ഇൻചാർജ് മിനിസ്റ്റർ, തദ്ദേശ സ്വയംഭരണ മിനിസ്റ്റർ എല്ലാവരുടെ കോപ്പറേഷൻ എടുത്തിട്ട് നമുക്കൊരു എക്സ്റ്റെൻസീവ് ഒരു മിഷൻ ഇവിടെ നടത്തായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് ജില്ല ആയിട്ട് നമുക്ക് ഈ കോട്ടയം ഐഡൻറ്റിഫൈ ആയിരുന്നു. ആൻഡ് വി ഹാവ് ഡിക്ലെയർഡ് കോട്ടയം ആസ് എക്സ്ട്രീം പോവർട്ടി ഫ്രീ. ഇപ്പോൾ 2025 നമ്മുടെ സർക്കാർ ആ വാഗ്ദാനം പൂർത്തീകരിക്കുകയാണ്. അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുന്നു. അങ്ങനെ ഭക്ഷണം, വാസസ്ഥലം, വരുമാനം, ആരോഗ്യസ്ഥിതി എന്നിവയെ അടിസ്ഥാനമാക്കി അതിദരിദ്രരെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടെത്തിയ 64,006 കുടുംബങ്ങൾക്ക് കേരളം പുതുജീവിതം ഉറപ്പാക്കുകയാണ്. ഞാൻ ഒരു ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ഇത്രയും നല്ലൊരു വീട് മെമ്പറടക്കം സഹായിച്ച് ഞങ്ങൾക്ക് തന്നതിൽ സന്തോഷം. വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ആൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം പുള്ളിക്കാരത്തി ഹാപ്പി ആയിട്ട്, അമ്മയും ആളും മാത്രമേ ഉള്ളൂ. അവർ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. തയ്യൽ മെഷീനും അതിന് തുണിത്തരങ്ങൾ എടുക്കാനുള്ള പൈസയും ഒക്കെ കുടുംബശ്രീയിൽ നിന്ന് അനുവദിച്ചു തന്നു. ഇപ്പം കുഴപ്പമില്ല, നമുക്ക് ജീവിച്ചു പോകാനുള്ള ഒരു വരുമാനം കിട്ടുന്നുണ്ട്. വീട് വാടകയ്ക്കാണെങ്കിലും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്. നമുക്ക് വീടില്ലാത്തത് കൊണ്ട് നമുക്ക് ലൈഫ് പദ്ധതി നമ്മളെ പെടുത്തിയിട്ടുണ്ട്. വെള്ളൂർ പഞ്ചായത്തിൽ നമുക്ക് 4 സെൻറ്റ് സ്ഥലം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ വീട് വെച്ച് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അവരുടെ സംരംഭം നല്ല രീതിയിൽ അവർക്കൊരു നല്ല വരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 3 പേർക്ക് നമുക്ക് അത് ചെയ്യാൻ സാധിച്ച്. 2 പേര് ലോട്ടറിയാണ് ചെയ്യുന്നത്. അവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നു. ഇവരെ നാം നമുക്കൊപ്പം കൈപിടിച്ചുയർത്തുകയാണ്. ഒരുമിച്ച് മുന്നേറാൻ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, പുതിയ കാലത്തിന്റെ സാധ്യതകൾ അറിഞ്ഞു ജീവിക്കാൻ, സാമ്പത്തിക അന്തരങ്ങൾ അവസാനിക്കുന്ന, എല്ലാവരും ഒരുപോലെയാകുന്ന ഒരു നല്ല കാലത്തിലേക്കുള്ള നമ്മുടെ ചുവടുവയ്പ്പാണിത്. ഇതിലൂടെ നാം നിറവേറ്റുന്നത് വെറും സ്വപ്നമല്ല, അതിദരിദ്രരില്ലാത്ത കേരളമെന്ന ജനാധിപത്യത്തിന്റെ എക്കാലത്തെയും സ്വപ്നമാണ്. അങ്ങനെ 2025 നവംബർ 1 നാം പുതിയൊരു ചരിത്രം കൂടി രചിക്കുകയാണ്. നവംബർ 1 തിരുവനന്തപുരത്ത് വിപുലമായ പരിപാടിയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാവുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് മാത്രമല്ല, ലോകത്ത് ഇതിനു മുമ്പ് ചൈനയാണ് വിജയകരമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയിട്ടുള്ളത്. ചൈനയ്ക്ക് ശേഷം 2ാമത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്ന പ്രദേശമായി ലോകത്ത് തന്നെ കേരളം മാറുകയാണ്.